ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ ചാലഞ്ചിന്റെ ഡേ 4 ആയിണ്ട്. ഞാനൊരു 7:30 ആയപ്പോ എണീച്ച്. അപ്പൊ ചെന്ന് നോക്കിയപ്പോ ഉമ്മ ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയിലാണ്. പുറത്താണെങ്കിൽ നല്ല മഴയാണ് ഇന്ന്. നല്ല മഴയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണികള് മദ്രസയിലൊന്നും പോയില്ല കേട്ടോ. എല്ലാരും നല്ല ഉറക്കത്തിലാണ്. അതേ കണ്ടില്ലേ, 3 നല്ല ഉറക്കത്തിലാണ്, എണീച്ചിട്ടൊന്നുമില്ല. പിന്നെ നോക്കുമ്പോ നമ്മുടെ ബാപ്പാടെ ഷർട്ടും പാൻറ്റും ഒക്കെ തേക്കുന്നുണ്ട്. ഉണ്ണികൾ ഇതാ സ്കൂളിലൊക്കെ പോയി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഗ്രീൻ പീസ് ആയിരുന്നു ഗായ്സ്. അപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് മുത്തുമാന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഒന്ന് മുടി സെറ്റ് ചെയ്യണം, ഡ്രസ് ചേഞ്ച് ചെയ്യണം. അപ്പൊ എല്ലാരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫസ്റ്റ് റെഡി ആക്കി സെറ്റ് ആക്കി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും ഒരുക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ മുത്തുമാന്റെ വീട്ടിലൊക്കെ എത്തിയിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാണ്. മുത്തുമാന്റെ വീട്ടിൽ പോയ ഇത് വേറൊരു വ്ളോഗ് വെച്ചിടുന്നതായിരിക്കും. അത് നിങ്ങൾ എന്തായാലും കാണാതുകൊണ്ട് കൂടുതൽ ക്ലിപ്പൊന്നും ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ തിരിച്ചെത്തിയപ്പോൾ ഉണ്ണിയാള് സ്കൂളൊക്കെ വിട്ട് വന്ന് മമ്മൂനെ അമ്മനെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല, ക്ലാസ് ഉള്ളതുകൊണ്ട്. പിന്നെ അവർക്ക് അവിടുന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ണികൾക്ക് കൊടുത്ത് പിന്നെ ഞങ്ങളിവിടെ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാണ്. ചായക്ക് ഹൈഡ് ആൻഡ് സ്റ്റിക്ക് പിന്നെ റസ്കൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ചായയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പുറത്ത് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കാണ് കേട്ടോ. ഗായ്സ്, നമ്മള് ആമീനെ ട്യൂഷനാക്കാൻ പോണ്. ട്യൂഷൻ കഴിഞ്ഞിട്ട് ട്യൂഷനാക്കിയിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എവിടേക്കാ? ജേഴ്സി വാങ്ങാൻ. നാളെ ഉണ്ണിയാളെ സ്കൂളില് വേൾഡ് കപ്പിന്റെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ജേഴ്സി വേണം. അപ്പൊ അത് മേടിക്കാൻ വേണ്ടിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ജേഴ്സി മേടിക്കാൻ പോയപ്പോൾ ഫാത്തിമാനെയും കുഞ്ഞുമാനെയും ഒക്കെ എടുത്തിട്ടാണ് പോയത്. അവർക്കും മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചന്ദ്രാപ്പിൽ ഇടമുട്ടത് കുറേ ഷോപ്പിൽ പോയി നോക്കിയിട്ട് നമുക്ക് ജേഴ്സി കിട്ടിയിട്ടുണ്ടായില്ല. എല്ലായിടത്തും അതുണ്ടായിരുന്നില്ല, തീർന്നിരിക്കുന്നു. എല്ലാവരും മേടിച്ചിട്ട് യൂണിഫോം ഗൈസ്. അപ്പൊ നമ്മള് ജേഴ്സി വാങ്ങാൻ വന്നിട്ട് ഇവിടെ വീട്ടിലും ജേഴ്സി ഇല്ല. ഇന്റെ വലിയ ആൾക്കാരുടെയാണ്, നമുക്ക് കുട്ടികളുടെയാണ് വേണ്ടത്. ജേഴ്സി മേടിക്കാൻ വേണ്ടിട്ട് ഇവിടെയുള്ള എല്ലാ കടകളും പോയി. ലോകം മൊത്തം ചുറ്റാണ്. എന്നിട്ട് നമുക്ക് ജേഴ്സി കിട്ടിയില്ല. എനിക്ക് കിട്ടി ഗായ്സ്, ഒരാൾക്ക് കിട്ടി, ചിലവർക്ക് രണ്ടുപേർക്ക് കിട്ടിയില്ല. ഇപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ അവര് വാശി പിടിക്കും. നമ്മുടെ സെൻട്രി വന്നപ്പോ അർജന്റീനയുടെയും പോർച്ചുഗലിന്റെ ഒക്കെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഏതാ ടീം എന്നുള്ളത് കമന്റ് ചെയ്യണേ. പിന്നെ ആമീനെയും ട്യൂഷൻ സെന്ററിൽ നിന്ന് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി. പത്രമുള്ള ഗായ്സ്.